വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി വാവ് ഇസ്തിനാഫിയ. മൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മൻ അദ്ലമു, മൻ ഹുവ അക്ബറു ദുൽമൻ, അല്ലെങ്കിൽ വമൻ ഹുവ അശദ്ദു ദുൽമൻ. ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറദ അൻഹ. മിമ്മൻ, ഒരുവനേക്കാൾ. മിൻ മൻ എന്നാണ്. മൻ എന്നുള്ള ഇവിടെ ഇസ്തിഫാമിൻ്റെ മൻ. ഈ രണ്ടാമത്തെ മൻ മൗസൂലാണ്. മിൻ മൻ എന്നുള്ളതാണ്. അതാണ് മിമ്മൻ. മിമ്മൻ ഇവിടെ മിൻ അല്ലതി എന്നുള്ള അർത്ഥം. മിനല്ലതി, ഈ മൻ മൗസൂലാണ്. അപ്പോൾ വമൻ അദ്ലമു, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ, ഒരുവനേക്കാൾ, യാതൊരുവനേക്കാൾ. മിനല്ലതി, അവൻ്റെ പ്രത്യേകത ദുക്കിറ, അവന് ഉത്ബോധനം നൽകപ്പെട്ടു ബി ആയാത്തി റബ്ബി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട്. തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ട ഒരു വ്യക്തി, അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ്. സുമ്മ അറദ അൻഹ. സുമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്നിട്ടും എന്നർത്ഥം. എന്നിട്ടും എന്നുള്ള അർത്ഥത്തിന്. സുമ എന്നിട്ടും അറദ, അവൻ മുഖം തിരിഞ്ഞു കളഞ്ഞു. അൻഹ, അൻഹ എന്ന് പറഞ്ഞാൽ അൻ ആയാത്ത് റബ്ബി, അനിൽ ആയാത്ത്. സുമ എന്നിട്ടും അറദ, അവൻ മുഖം തിരിച്ചു. അൻഹ, ഈ ആയത്തുകളെ തൊട്ട്. അപ്പോൾ വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ട ഒരു വ്യക്തി, അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? സുമ്മ എന്നിട്ടും അറദ അൻഹ, ആ ആയത്തുകളെ തൊട്ട് അവൻ മുഖം തിരിച്ചു, പിന്തിരിഞ്ഞു. ഉത്ബോധനം നൽകപ്പെട്ട വ്യക്തി സുമ്മ അറദ അൻഹ. റബ്ബി ആയത്ത് തീർന്നിട്ടില്ലല്ലോ. അതായത് വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറദ അൻഹ, അപ്പോഴാണ് ആയത്ത് തീരുന്നത്. അതായത് തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും ആ ആയത്തുകളിൽ നിന്ന് മുഖം തിരിച്ചു, അങ്ങനെയുള്ള ഒരു വ്യക്തിയേക്കാൾ വലിയ അക്രമി ആരുണ്ട്? കേൾക്കില്ല? തേമ്പും പിള്ള തേറൂല എന്നാണ്. ഇന്നത്തെ ക്ലാസ് ഇവർ കേട്ടിട്ടുണ്ടാവില്ല. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അറദ അൻഹ, അതാണ് ഇവിടെയാണ് അതിൻ്റെ ആശയം തീരുന്നത്. തൻ്റെ റബ്ബിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ടും ആ ആയത്തുകളിൽ നിന്ന് അറദ എന്നാണ് തവല്ല, തിരിഞ്ഞു കളഞ്ഞ വ്യക്തി, അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഇന്ന, തീർച്ചയായും നാം, മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, മിനൽ മുജ്രിമീൻ, കുറ്റവാളികളിൽ തൊട്ട്, മുൻതഖിമൂൻ, മുൻതഖിമൂൻ എന്നാണ് എന്തഖിം പറഞ്ഞാൽ പകരം ചോദിക്കുക. മുൻതഖിമൂൻ എന്നാൽ പകരം ചോദിക്കുന്നവൻ, പകരം ചോദിക്കുന്നവൻ. മുൻതഖിം, പകരം ചോദിക്കുന്നവൻ. ഇവിടെ മുൻതഖിമൂൻ എന്നാണ്, പകരം ചോദിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ബഹുവചനായിട്ട് പ്രയോഗിച്ചു, മുൻതഖിമൂൻ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ട ഒരു വ്യക്തി, എന്നിട്ടും അയാൾ ആ ആയത്തുകളിൽ നിന്ന് മുഖം തിരിച്ച് ജീവിക്കുകയാണ്, പിന്തിരിയുകയാണ് എങ്കിൽ അവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും വലിയ അക്രമി ആരാണ്? അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെടുന്ന എന്നിട്ടത് കൂട്ടാക്കാത്ത വ്യക്തിയാണ്.